ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നിങ്ങൾ EPF കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. EPF പാസ്ബുക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെബ്സൈറ്റ് ഈ അടുത്ത കാലത്ത് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണാനുണ്ടാകും അല്ലേ? നമ്പറുകളും കോളംസും ഒക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടാകും. പക്ഷേ പേടിക്കേണ്ട, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ എളുപ്പത്തിൽ EPF പാസ്ബുക്ക് റീഡ് ചെയ്യുന്നതിൽ നിങ്ങളെ എക്സ്പേർട്ട് ആക്കാനുള്ള വീഡിയോ ആണ് ഇത്. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ EPF പാസ്ബുക്കിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയാൻ റെഡിയാണോ എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊരു പുതിയ എംപ്ലോയി ആണെങ്കിൽ എന്താണ് EPF എന്നും എങ്ങനെ ഓൺലൈനായിട്ട് UAN ആക്ടിവേറ്റ് ചെയ്യാമെന്നും അറിഞ്ഞിരിക്കണം. അത് ആദ്യം നമുക്കൊന്ന് നോക്കാം. EPF എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ് അർത്ഥം. കാശിട്ട് വെക്കുന്ന കുടുക്കയില്ലേ, പിഗ്ഗി ബാഗ് എന്ന് ഇംഗ്ലീഷ് പറയും, അതുപോലെ ഒന്നാണ് ഇതെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് ജോലി കിട്ടുന്നു, ഒരു എംപ്ലോയി എന്ന നിലയിൽ നിങ്ങൾ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എല്ലാ മാസവും ഈ പിഗ്ഗി ബാഗിൽ ഇടുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ എംപ്ലോയറും അതേ തുക നിങ്ങൾക്ക് വേണ്ടി അതിൽ നിക്ഷേപിക്കുന്നു. ഇതാണ് സംഭവം. ഇത് നിങ്ങളുടെ ബേസിക് സാലറിയുടെയും ഡിയർനെസ് അലവൻസിൻ്റെയും 12% ആയിരിക്കും. നിങ്ങളുടെ എംപ്ലോയർ ഇടുന്നതിൽ നിന്ന് 8.33% എംപ്ലോയീസ് പെൻഷൻ സ്കീമിലേക്ക് അല്ലെങ്കിൽ EPSലേക്ക് പോകുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ EPS കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15,000 രൂപയുടെ 8.33% പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അത് ഏകദേശം 1,250 രൂപ വരും. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കാലത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു ചെറിയ സമ്പാദ്യം ആണിത്. പിന്നെ ബാക്കി വരുന്ന ബാലൻസ് അല്ലെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ്റെ 3.67%, ഇതിലേതാണോ വലുത് ഇത് EPFിലേക്കും പോകും. അങ്ങനെ ഈ പിഗ്ഗി ബാങ്കിലെ പണം സമയം പോകും തോറും വളർന്നുകൊണ്ടിരിക്കും. ഏറ്റവും അടിപൊളിയായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഒരു മാറ്റവും വരാത്ത സേവിങ്സ് മാത്രമല്ല ഇത്, മറിച്ച് ഇതിന് 8.15% ഇൻട്രസ്റ്റും കിട്ടും. ഇനി ആരാണ് ഈ EPF മാനേജ് ചെയ്യുന്നത്? EPFO, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്ന സ്ഥാപനമാണ് അത് ചെയ്യുന്നത്. യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ UAN എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഒരു സ്പെഷ്യൽ നമ്പർ അവർ നമുക്ക് തരും. EPFുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളുടെ ID ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു പേഴ്സണൽ ID ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. നിങ്ങൾ എത്ര ജോലി ഏതൊക്കെ കമ്പനിയിൽ മാറി മാറി ചെയ്തു കഴിഞ്ഞാലും ഈ നമ്പർ സെയിം ആയിരിക്കും. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു EPF പാസ്ബുക്ക് ഉണ്ട്. അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. നിങ്ങൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു, എപ്പോൾ ചെയ്തു, നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി, എല്ലാം ഇതിലുണ്ടാവും. EPF പാസ്ബുക്ക് ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ UAN വേണം. അപ്പോൾ UAN എന്താണ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുകൂടെ നമ്മൾ നോക്കണ്ടേ? അതിനി പറയാം. അതിന് നിങ്ങളുടെ ആധാർ നമ്പറും OTP വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സ്മാർട്ട് ഫോണും മാത്രം മതി. ആദ്യം UAN മെമ്പർ ഈ സ്കീം പേജിലേക്ക് പോവുക. അവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്ന സെക്ഷനിൽ ആക്റ്റീവ് UANലേക്ക് പോവുക. മെമ്പർ IDയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കോൺടാക്ട് നമ്പർ, ക്യാപ്ഷ എന്നിവയൊക്കെ ടൈപ്പ് ചെയ്യാൻ പറയും. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പുതിയ സ്ക്രീൻ വരും. അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇനി എഗ്രി ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വന്ന OTP എൻ്റർ ചെയ്യുക. യെസ്, നിങ്ങളുടെ UAN ആക്ടിവേറ്റ് ആയിരിക്കുന്നു. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ UAN നമ്പറും പാസ്വേഡും കിട്ടും. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ പാസ്വേഡ് മാറ്റാവുന്നതാണ്. ഇനി എപ്പോഴെങ്കിലും എങ്ങാനും നിങ്ങൾ ആ UAN മറന്നു പോയാൽ എന്ത് ചെയ്യും? അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സിമ്പിളാണ്. UAN ഈ സേവ പോർട്ടലിലേക്ക് പോയിട്ട് നോ യുവർ UAN എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP റിക്വസ്റ്റ് ചെയ്യുക. OTP വാലിഡേറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഷോ മൈ UANൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ UAN നമ്പർ സ്ക്രീനിൽ കാണാൻ പറ്റും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇനി EPF പാസ്ബുക്ക് ചെക്ക് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ റെഡിയാണ്. EPF പാസ്ബുക്ക് എങ്ങനെ ഓൺലൈനിൽ നോക്കാമെന്ന് നമുക്കപ്പോൾ ഇനി മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് EPF പോർട്ടലിൽ പോവുക. റൈറ്റ് ഡാഷ്ബോർഡിലെ ഈ പാസ്ബുക്ക് നോക്കുക. ഇവിടെ നിങ്ങൾ UAN നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ഷയും എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞാൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ടഡൈൻ, നിങ്ങളുടെ PF ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. പിന്നെ ഒരു കാര്യം, എക്സംപ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് സെറ്റിൽഡ് ആവുകയോ അല്ലെങ്കിൽ ഇനോപ്പറേറ്റീവ് ആണെങ്കിലോ ഈ ഓൺലൈൻ പാസ്ബുക്ക് ഫീച്ചർ കിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ന്യൂ ആൻഡ് അപ്ഡേറ്റഡ് EPF ഡാഷ്ബോർഡ് ഒന്ന് കാണാം. ആദ്യം ഹോം പേജിലേക്ക് പോവാം. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിലെത്തും. ഇവിടെ EPF കോൺട്രിബ്യൂഷൻ സമ്മറി കാണാൻ പറ്റും. ഇവിടെ ടോട്ടൽ അവൈലബിൾ ബാലൻസും അതിൽ നിങ്ങളുടെയും എംപ്ലോയറുടെയും ഷെയർ എത്രയാണെന്നൊക്കെ പ്രത്യേകം അറിയാൻ പറ്റും. മെമ്പർ വൈസ് ബാലൻസ് എന്ന സെക്ഷനിൽ നിങ്ങളുടെ EPF അക്കൗണ്ടിലെ ഓരോ മെമ്പർ IDയുടെയും ബാലൻസ് കാണിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പല കമ്പനികളിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും പ്രത്യേകം മെമ്പർ ID ഉണ്ടാകും.
അടുത്തതായിട്ട് നമുക്ക് പ്രൊഫൈൽ പേജിലേക്ക് പോകാം. ഇവിടെ എല്ലാ വിവരങ്ങളും കിട്ടും. നിങ്ങളുടെ UAN നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ പോലെയുള്ള ബേസിക് ഡീറ്റെയിൽസ്, കൂടാതെ ആധാർ, പാൻ തുടങ്ങിയ KYC ഡീറ്റെയിൽസ്, KYC വെരിഫിക്കേഷനും നോമിനി ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി പാസ്ബുക്ക് പേജിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ജോലിയുടെ EPF ഡീറ്റെയിൽസ് കാണാൻ പറ്റും. കഴിഞ്ഞ ജോലികളുടെ EPF ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ മുകളിൽ റൈറ്റ് കോർണറിലുള്ള സെലക്ട് മെമ്പർ ID ഓപ്ഷനിൽ നിന്നും അതാത് മെമ്പർ ID സെലക്ട് ചെയ്താൽ മതി. പാസ്ബുക്കിന്റെ ആദ്യ കോളം മൊത്തത്തിലുള്ള ചില വിവരങ്ങൾ കാണിക്കും. മൊത്തം ബാലൻസ്, നിങ്ങളുടെയും എംപ്ലോയറുടെയും കോൺട്രിബ്യൂഷന്റെ ബ്രേക്ക് ഡൗൺ, നിങ്ങൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, പഴയ EPF അക്കൗണ്ടുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള തുക. അടുത്തതായി കഴിഞ്ഞ 12 വർഷത്തെ കോൺട്രിബ്യൂഷൻ സമ്മറി കാണാൻ പറ്റും. ഇത് ഓരോ വർഷത്തിന്റെയും കോൺട്രിബ്യൂഷൻസ് കാണിക്കുന്ന ഒരു കളർഫുൾ ഗ്രാഫ് ആയിരിക്കും. ഇനി നിങ്ങളുടെ നിലവിലെ മെമ്പർ IDയുടെ ഡീറ്റെയിൽഡ് പാസ്ബുക്ക് കാണാം. നിലവിലെ ജോലി തുടങ്ങിയത് മുതൽ പിന്നെ അങ്ങോട്ടുള്ള വർഷം തോറുമുള്ള സേവിങ്സ് കാണിക്കുന്ന ഒരു ടൈം ലൈൻ പോലെയാണിത്. ഏതു വർഷം വേണമെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാസം തോറുമുള്ള വിശദമായിട്ടുള്ള ബ്രേക്ക് ഡൗൺ കാണാം. അതിൽ കാണുന്നത് കോൺട്രിബ്യൂഷൻ നടത്തിയ മാസവും തീയതിയും, ട്രാൻസാക്ഷൻ്റെ ടൈപ്പ്, അതായത് പണം കിട്ടിയതാണോ, അതായത് ക്രെഡിറ്റ് ആണോ, അതോ പോയതാണോ, അതായത് ഡെബിറ്റ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ EPF വേജസ്, നിങ്ങളും നിങ്ങളുടെ എംപ്ലോയറും EPF കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ആകെ സാലറി എത്രയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ EPS വേജസ്, പെൻഷൻ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സാലറിയുടെ ഭാഗം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരമാവധി പ്രതിമാസം 15,000 രൂപയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ എംപ്ലോയറുടെ ഷെയറും. പിന്നെ പെൻഷൻ ഷെയർ, നിങ്ങൾക്ക് വേണ്ടി എംപ്ലോയർ EPSലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുക. ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് കൂടി കാണിച്ചുകൊണ്ട് ഇത് അവസാനിക്കുന്നു. മുകളിൽ റൈറ്റ് കോർണറിലുള്ള ഡൗൺലോഡ് എന്നതിനടുത്തുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ടാക്സബിൾ ഡാറ്റയും കാണാൻ പറ്റും. ഇത് മാസം തോറുമുള്ള ടാക്സബിൾ ആൻഡ് നോൺ ടാക്സബിൾ ഡാറ്റയുടെ ബ്രേക്ക് ഡൗൺ തരുന്നു. അടുത്തതാണ് ക്ലെയിംസ് പേജ്. നിങ്ങൾ നടത്തിയ ആകെ ക്ലെയിംസ്, അപ്രൂവ് ചെയ്ത ക്ലെയിംസ്, അതുപോലെ തന്നെ റിജക്റ്റ് ആയവ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നവ ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് വരുന്നതാണ് ക്ലെയിം ഡീറ്റെയിൽസ്, ക്ലെയിം ഡിസ്ക്രിപ്ഷൻ, ആകെ തുക, ഓരോ ക്ലെയിമിൻ്റെയും തീയതി എന്നിവ വിശദമായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇത് പെൻഡിങ്, സെറ്റിൽ, റിജക്റ്റഡ് എന്നിങ്ങനെ 3 പ്രത്യേക ടാബുകളായിട്ടാണ് കാണാൻ പറ്റുക. അടുത്തത് സർവീസ് ഹിസ്റ്ററി. നിങ്ങൾ ചെയ്ത ജോലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല എംപ്ലോയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, സാലറി വിവരങ്ങൾ, EPF കോൺട്രിബ്യൂഷൻസ്, ജോലിക്ക് ജോയിൻ ചെയ്തതും ജോലി വിട്ടതുമായിട്ടുള്ള തീയതികൾ എന്നിവയൊക്കെ കാണിക്കുന്ന ഒരു പ്രൊഫഷണൽ ടൈം ലൈൻ ആണ് ഇത്. ആൻഡ് ലാസ്റ്റ് 3 ഓപ്ഷനുകൾ ഉള്ള കാൽക്കുലേറ്റേഴ്സ് പേജ് ഉണ്ട്. EPF കാൽക്കുലേറ്റർ, നിങ്ങളുടെ റിട്ടയർമെന്റ് സേവിങ്സ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ഇത്. പിന്നെ EDLI കാൽക്കുലേറ്റർ, EDLI സ്കീമിന് കീഴിലുള്ള ഇൻഷുറൻസ് കവറേജ് തുക എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ഇത്. പിന്നെ പെൻഷൻ കാൽക്കുലേറ്റർ, EPSന് കീഴിലുള്ള നിങ്ങളുടെ പ്രതിമാസ പെൻഷൻ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ഇത്. EPF കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ നിങ്ങൾ കൊടുക്കേണ്ട ചില വിവരങ്ങൾ ഇനി പറയാം. നിലവിലെ നിങ്ങളുടെ EPF ബാലൻസ്, ശമ്പളം, നിങ്ങളുടെ ശമ്പളത്തിൽ ശരാശരി വർഷം തോറും കൂടി വരുന്ന പെർസെൻറ്റേജ്, ഏതെങ്കിലും വോളണ്ടറി PF കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത്, നിലവിലെ പ്രായവും റിട്ടയർമെൻറ്റ് പ്രായവും, പിന്നെ പലിശ നിരക്ക്. ഇവ കൊടുത്ത് കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്രായത്തിലെ ഏകദേശ EPF ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. ഓരോരോ മെമ്പർ ID വെച്ചും ഇത് ചെയ്യാൻ പറ്റും. പ്രതിമാസം 15,000 രൂപ ബേസിക് സാലറി ഉള്ള ഒരാളുടെ കാര്യം നമുക്കിവിടെ ഉദാഹരണമായിട്ട് എടുക്കാം. അദ്ദേഹത്തിന് 25 വയസ്സുണ്ടെന്നും പ്രതിവർഷ സാലറി ഇൻക്രിമെന്റ് 5% ഇരിക്കട്ടെ. അദ്ദേഹം ഓരോ മാസവും ബേസിക് സാലറിയുടെ 12%, അതായത് 1,800 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ എംപ്ലോയർ EPSലേക്ക് 8.33%, EPFലേക്ക് 3.67%, അതായത് 550 രൂപ 5 പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യ മാസത്തിൽ എംപ്ലോയിയും എംപ്ലോയറും കൂടെ ചേർന്നിട്ട് EPFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2,350 രൂപയായിരിക്കും. ഇതിന് ഇൻട്രസ്റ്റ് കിട്ടും. അത് നിലവിൽ 8.15% പെർ ആനം ആണ്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആണ്, അതായത് നിങ്ങളുടെ EPF കോൺട്രിബ്യൂഷൻ വേഗത്തിൽ വളരും. റിട്ടയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ EPFൽ എത്ര പണം ഉണ്ടാകും എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ജോലി തുടങ്ങുമ്പോഴുള്ള വയസ്സ്, റിട്ടയർമെന്റിലെ പ്രായം, തുടക്കത്തിലെ ബേസിക് സാലറി, EPF കോൺട്രിബ്യൂഷൻ റേറ്റുകൾ, സാലറി ഇൻക്രിമെന്റ് റേറ്റ്, EPF ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ കൊടുത്ത് കണക്കാക്കി തരുന്ന ഏത് ഓൺലൈൻ EPF കാൽക്കുലേറ്ററും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് 58 വയസ്സായിട്ട് ഒരാൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ ഉദാഹരണം അനുസരിച്ചാണെങ്കിൽ 94,18,432 രൂപയുടെ കോർപ്പസ് ഉണ്ടാവും അയാളുടെ കയ്യിൽ റിട്ടയർമെന്റ് സമയത്ത്. കൂടാതെ നമ്മുടെ ഉദാഹരണത്തിൽ ഇദ്ദേഹത്തിന്റെ ബേസിക് സാലറി വർഷം തോറും 10% ഇൻക്രിമെന്റ് കിട്ടുന്നു എന്ന് വിചാരിക്കുക. അതായത് EPFലേക്കുള്ള പ്രതിമാസ കോൺട്രിബ്യൂഷൻ എല്ലാ വർഷവും കൂടുന്നുണ്ടെങ്കിൽ പോകെ എന്താവും, ഈ കോർപ്പസും കൂടുതലാവും. അതായത് ഇവിടെ 2,17,72,086 രൂപയായിരിക്കും ഇയാൾക്ക് റിട്ടയർമെന്റ് സമയത്ത് കയ്യിൽ കിട്ടുന്ന ആ കോർപ്പസ് തുക. അപ്പോൾ ഈ കാൽക്കുലേറ്ററുകൾ
എല്ലാ വിവരങ്ങളും പരിഗണിച്ച് കോമ്പൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിട്ടയർമെന്റ് സമയത്ത് ഏകദേശം എത്ര കോർപ്പസ് കിട്ടും എന്നുള്ള എസ്റ്റിമേറ്റ് നമുക്ക് തരുന്നു. ആക്ച്വലി ഇങ്ങനെ കണക്കാക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന തുക. കാരണം നിങ്ങളുടെ ബേസിക് സാലറി 15,000 രൂപയിൽ നിന്ന് കൂടുമ്പോൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് 3.67% കൂടുതലായിരിക്കും. പക്ഷേ EPSലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ വേണം എന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അത് പരമാവധി 1,250 രൂപ മാത്രമേ ആയിരിക്കുകയുള്ളൂ. ഈ എക്സാമ്പിളിൽ നിന്നും EPF കോൺട്രിബ്യൂഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ചെയ്യേണ്ട നിർബന്ധപൂർവ്വമുള്ള ഒരു സേവിംഗ് മെക്കാനിസം മാത്രമല്ല ഇത്. നിരവധി ടാക്സ് ബെനിഫിറ്റുകളും ഇത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. EPF ഇൻവെസ്റ്റ്മെൻറ്റ്സ് എക്സംപ്റ്റ് അഥവാ EEE എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് കോൺട്രിബ്യൂഷൻ, കിട്ടിയ ഇൻട്രസ്റ്റ്, മെച്യൂരിറ്റി ആകുമ്പോൾ നടത്തുന്ന വിത്ഡ്രോവൽ എന്നിവയ്ക്കൊക്കെ ടാക്സിൽ നിന്ന് എക്സംഷൻ ഉണ്ട്. അങ്ങനെ ഇത് ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എന്നാൽ 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല എന്നും കൂടെ ഓർക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതോടെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വോളണ്ടറി PF കോൺട്രിബ്യൂഷൻസ് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കാമോ? മറ്റുള്ളവർക്ക് അതിലൊരു ഇൻസ്പിറേഷൻ ആയാലോ? ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് റിലേറ്റഡ് അപ്ഡേറ്റുകൾക്കായിട്ട് ഗ്രോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and/or